റീബർത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വരികയുണ്ടായി. ജ്യോതിഷത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന ഇന്ന വിപത്തുകളൊക്കെ സംഭവിക്കും എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിലൂടെ ആ സമയമാകുമ്പോൾ, ആ ഏജ് അടുക്കാറാകുമ്പോൾ ഒന്നൊരു ഹീലിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാകുമോ? എൻ്റെ ജീവിതത്തിൽ ജ്യോതിഷത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ട്, അതെല്ലാം നടന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു വിപത്ത് വരാൻ വേണ്ടി ഇരിക്കുന്നു. ആ വിപത്തിനെ ഹീലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന് എനിക്കൊരു ചോദ്യം വരികയുണ്ടായി. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എങ്ങനെയാണ് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യുക എന്നുള്ളത് എനിക്ക് കുറച്ച് സമയം ഒന്ന് ആലോചിക്കേണ്ടി വന്നു. കാരണം അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് അടുത്ത സമയത്ത് അതിന് മുന്നേ ഒരു കുറേ അധികം മാസങ്ങൾക്ക് മുന്നേ എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരാൾ എന്നെ എന്നെ കാണുമ്പോൾ സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല. ആള് ഭയങ്കര ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്നു, ഭയങ്കര ബുദ്ധിമുട്ട് മാനസികമായിട്ട് ആ വ്യക്തി അനുഭവിക്കുന്നു എന്ന് എൻ്റെ അമ്മയിൽ നിന്ന് അറിയുകയും ആ വ്യക്തിയെ വിളിക്കുകയോ ഒക്കെ ചെയ്ത സമയത്ത് ആ വ്യക്തിയുടെ ഏതോ ഒരു നോക്കുന്ന ഒരാൾ പറയുകയുണ്ടായത്രേ, 2025 പൂർത്തിയാക്കില്ല, 2025 മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടാവും, ആ സമയത്ത് ഒരു അംഗവൈകല്യം ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് കുറേ പ്രശ്നപരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആ വ്യക്തി ഫോളോ ചെയ്തു, ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം ആ വ്യക്തി വളരെയധികം മാനസികമായ സ്ട്രെസ്സിലേക്ക് പോയി. അപ്പോൾ ഇതിന്റെ റീസൺ അറിഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിയെ വിളിക്കുകയും പല ദിവസങ്ങളിൽ പല സമയത്തായിട്ട് ഒരു കൗൺസിലിംഗ് പോലെയും ഒരു മോട്ടിവേഷൻ പോലെയും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് ബാക്ക് ടു ലൈഫിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഓക്കെ ആയി. അപ്പം എന്നാലും മനസ്സിനകത്തൊരു പേടി കിടപ്പുണ്ട്. അതിനുശേഷം ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്തു. ആക്ച്വലി ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് ചതവുകളൊക്കെ ആയിട്ട് ആള് റിക്കവർ ആകുകയും ചെയ്തു. അപ്പോൾ ഇത് ജ്യോതിഷം എന്ന് പറഞ്ഞൊരു ശാസ്ത്രമാണ് അല്ലേ, നമുക്കറിയാം. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാനത് പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ. പക്ഷേ പല കഥകളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും മനസ്സിലാക്കുമ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം തന്നെയാണ്. അപ്പോൾ എത്ര അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാലും അത് ഒരുപാട് പേർ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ പല ശാസ്ത്രശാഖകളിൽ ഹനുമാൻ സ്വാമിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ശാസ്ത്രം കൂടി ജ്യോതിഷമാണ് എന്ന് പറയാതെ പറയേണ്ടി വരും. അപ്പോൾ ഒരു വിധിയെ മാറ്റി എഴുതാൻ സാധിക്കുമോ എന്നതാണ് എൻ്റെ മുന്നിൽ വന്ന ക്വസ്റ്റ്യൻ. അത് ആലോചിച്ച് നോക്കിയപ്പോൾ സത്യമാണല്ലോ, ഇങ്ങനെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള വ്യാകുലതകളൊക്കെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത്. ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഞാൻ ഇതിനോടകം തന്നെ പല രീതിയിൽ പറയുകയുണ്ടായി അല്ലേ. നിങ്ങളുടെ ചക്രാസ് ഓപ്പൺ ആവുകയും ഓറാസ് ക്ലെൻസ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പൂർവ്വജന്മ കർമാസിനെ ഒരു ഹീലർ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഓൾറെഡി ഞാൻ നിങ്ങളോട് പല വീഡിയോസിലൂടെ പറയുകയുണ്ടായി. അപ്പോൾ ഒരു ഹീലർ പൂർവ്വജന്മ കർമാസിനെ ഹീല് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആ ഹീലർ തൻ്റെ ധ്യാനാവസ്ഥയിൽ നേടിയെടുക്കുന്ന എനർജിയിലൂടെ, തൻ്റെ ധ്യാനത്തിലൂടെ, തൻ്റെ മെഡിറ്റേഷനിലൂടെ താൻ ആർജിച്ചെടുക്കുന്ന ശക്തിയെ ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ മുന്നിലിരിക്കുന്ന ക്ലയൻറ്റിൻ്റെ പൂർവ്വജന്മ കർമാസിനെയും അവരുടെ എല്ലാ പ്രോബ്ലംസിനെയും എല്ലാ നെഗറ്റിവിറ്റിയെയും തന്നിലേക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് വലിച്ചെടുത്ത് വിടുന്നത്. അപ്പോൾ ഇതിന് പല സൈഡ് എഫക്ട്സും ആ ഹീലർ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു ഹീലിംഗ് സെഷൻ വളരെ ശ്രദ്ധയോടുകൂടി വളരെ വളരെ എഫേർട്ട് എടുത്ത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഏതൊരു ഹീലറും ചെയ്യുക എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾ അനുഭവിക്കേണ്ട കർമ്മത്തെ ഒരു ഹീലർ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കർമ്മം, ഇപ്പൊ നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ട അവസ്ഥയുണ്ട്. നമുക്ക് ആ അസുഖത്തിന് ട്രീറ്റ്മെന്റ് ഡോക്ടർക്ക് അടുത്ത് പോയി ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് അസുഖത്തിൽ നിന്നും നമ്മൾ വെളിയിൽ വരുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ കർമാസും. ആ കർമാസിനെ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചക്രാസിനെയും ഓറാസിനെയും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന, നമ്മുടെ കർമാസിനെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ്, ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണ് ഹീലർ. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ആ ഹീലർ അത് അനുഭവിക്കാതിരിക്കാൻ ഒരുപാട് പ്രൊട്ടക്ഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച കാര്യങ്ങളെക്കാളൊക്കെ ഉപരി ഞാൻ യൂണിവേഴ്സിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഹീലിംഗ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുക. അതെൻ്റെ ആദ്യ വീഡിയോസിൽ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ വീഡിയോസിലൊന്നും ഞാൻ ഹീലിംഗ് സെക്ഷൻ എടുക്കുമെന്നോ ഞാൻ ഹീലറാണെന്നോ ഒന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരും എൻ്റെ പല വീഡിയോസ് കാണുകയും ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്തപ്പോൾ
ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, പരമാനന്ദം കിട്ടുന്ന ഒരു കാര്യമാണ് ഹീലിംഗ്. വളരെ ചെറുപ്പം മുതലേ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത്രയും ഇഷ്ടത്തോടു കൂടി, അത്രയും സഹനത്തോടു കൂടി, അത്രയും ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഓരോ ഹീലിംഗും പുതിയ ഓരോ അനുഭവങ്ങളാണ്. അപ്പൊ അത്രയ്ക്കും എനിക്ക് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഒരു ഹീലിംഗ് ഏറ്റെടുക്കുന്ന സമയത്ത് അതിന്റെ സൈഡ് എഫക്റ്റ് എന്നെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ആ സമയത്ത് ചിന്തിക്കാതെ, അതിന് വേണ്ട കുറേ നാളായിട്ട് നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ എടുത്താലും ഇതിന്റെ സൈഡ് എഫക്ട്സ് നമ്മളിലേക്ക് വരുന്നു എന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് അതിനെ എൻ്റെതായ രീതിയിൽ അതിനെ മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഏൽക്കാതിരിക്കാൻ എൻ്റെതായ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ ഹീലിംഗും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ ജാതകപ്രകാരമുള്ള ഒരു കർമ്മത്തെ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും റിമൂവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്. കാരണം ജാതകം എന്ന് പറയുന്ന അത്രത്തോളം സത്യമുള്ള ഒരു ശാസ്ത്രമാണ് ഇതിനോടകം ഞാൻ പറയുകയുണ്ടായി. അപ്പം അത്രത്തോളം സത്യമുള്ള ശാസ്ത്രത്തിൽ നിങ്ങൾ ജനിച്ച നാളും സമയവും നക്ഷത്രവും എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കുറിക്കപ്പെട്ട ഒരു കാര്യം. ഇതേ രീതിയിൽ ഒരു ഹീലർ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ജ്യോതിഷം പഠിച്ച് അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി അത് എഴുതുന്നതും. അപ്പൊ അതിനകത്ത് അതിൻ്റെതായ സത്യങ്ങളുണ്ട്, ഇല്ലാന്ന് പറയാൻ ഞാൻ ആളല്ല. അപ്പൊ ആ സമയത്ത് അതിനകത്ത് എഴുതപ്പെട്ട കാര്യങ്ങൾ അനുഭവിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായി തുടങ്ങും. നിങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ടെൻഷൻസ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ ഒരു ഭയം വരുന്ന സമയത്താണ് പല കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ച് അവസാനം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാവണം നിങ്ങളൊരു ഹീലറുടെ അടുത്ത് എത്തുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഹീലറുടെ അടുത്ത് എത്തപ്പെടുന്നുവെങ്കിൽ അതേ യൂണിവേഴ്സ്, അതേ ഗോഡ് നിങ്ങളെ ആ ഹീലറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇത് ചെയ്യാൻ, ഈ ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഈ പ്രപഞ്ചത്തിൽ വേണമെന്നുള്ളതും യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. അപ്പൊ എല്ലാവരും പറയാറുണ്ട് ഹീലിംഗ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിന്റെ ബാഡ് കർമാസ് ഒരു ഹീലർ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഒരു ഹീലർക്ക് എങ്ങനെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാമെന്നും തന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് കാമാൻ കൂളാക്കി അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബാക്ക് ടു ലൈഫിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്ന ഒരു ഹീലർ പഠിച്ചിരിക്കണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. എൻ്റെ ഫസ്റ്റ് ഹീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹീലിംഗ് ഞാൻ 13 വയസ്സിൽ എൻ്റെ അമ്മയ്ക്ക് വന്ന ഒരു വേദന ഞാൻ മാറ്റി. പക്ഷേ വേദന മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കതിൻ്റെ സൈഡ് എഫക്റ്റ് കിട്ടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നീട് ആ ബോഡി പെയിൻ, അല്ലെങ്കിൽ എനിക്ക് അമ്മയ്ക്ക് നെഞ്ചുവേദനയായിരുന്നു, ബട്ട് എനിക്കത് ആ ഹീലിംഗ് സെഷൻ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോഡി പെയിനാണ് വന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുന്നേ, ഈ ഒരു മൊമെന്റിലോട്ട് ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ എന്നെ പല അവസ്ഥകളിലൂടെ യൂണിവേഴ്സ് കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചെടുത്ത കാര്യങ്ങളാണ്. നമ്മൾ പഠിക്കുന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യവും ഒരുപാട് ഡിഫറൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാതകപ്രകാരമുള്ള ദോഷങ്ങളെ മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റി നിർത്താൻ നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയിലൂടെ, നിങ്ങളുടെ മെഡിറ്റേഷന്റെ പവറിലൂടെ, നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങൾ എത്രത്തോളം ഉണ്ടോ, അതിൽ നിങ്ങൾ എത്രത്തോളം ഡിസേർവ്ഡ് ആണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഹീലർ നിങ്ങൾക്ക് ഹീലിംഗ് തരിക. അപ്പൊ ഈ ഹീലിംഗ് തരുന്ന സമയത്ത് ആ ഹീലർ പ്രത്യേകം പറയും. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ മുന്നിൽ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുന്നു എന്നൊരു സ്വപ്നം കണ്ടിട്ട് അതിന്റെ ഭയം വല്ലാണ്ട് അവരെ ബാധിച്ച് അവർക്ക് വണ്ടി എടുക്കാൻ തന്നെ പേടിയായി, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ ആ വണ്ടി എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടിയുടെ സ്റ്റിയറിംഗിലോട്ട് പിടിക്കുന്ന സമയത്ത് വയറിനകത്തുനിന്ന് ഒരു ആളല് വരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ അങ്ങനെ വരാനുള്ള കാരണം? അപ്പൊ ആദ്യമൊന്നും പറഞ്ഞില്ല, സ്വപ്നം കണ്ടിട്ടാണ്. അപ്പൊ നമ്മൾ ഒരു ഹീലർ ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും അനാവശ്യമായ അല്ലെങ്കിൽ സോളിന്റെ ഉപദ്രവം ഉണ്ടോ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ഹീലറുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ A to Z കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. അപ്പൊ ആ പറയുന്ന കാര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഹീലർ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി, സ്വപ്നത്തിന്റെ കാര്യം എന്നോട് പറയുകയുണ്ടായി. അപ്പൊ അവരുടെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യാനും, അവരുടെ ഓറയെ ക്ലെൻസ് ചെയ്യാനും, അവരുടെ ചക്രാസിനെ ക്ലെൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരിലേക്ക് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്ന് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൊണ്ടുവന്ന് കൊടുക്കാനും എനിക്ക് സാധിച്ചു. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എന്നെ വിളിക്കുകയും ഒരുപാട് താങ്ക്സ് പറയുകയൊക്കെ ചെയ്യുകയുണ്ടായി. എനിക്ക് വാട്സപ്പിൽ നിരന്തരം നല്ല നല്ല മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഹീലർ സാധ്യമാക്കുന്നത് നിങ്ങളുടെ തന്നെ എനർജി ഉണർത്തിക്കൊണ്ടാണ്.
അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ജ്യോതിഷപരമായിട്ട് നിങ്ങൾക്കൊരു വിപത്ത് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾ എവിടെയെങ്കിലും പോയി നോക്കിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിപത്ത് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ എഴുതി തരികയും പിന്നീട് നിങ്ങളുടെ ആകുലതകൾ, വിഷമങ്ങൾ ഇങ്ങനെ യൂണിവേഴ്സിലോട്ട് നിരന്തരം പോകുകയും യൂണിവേഴ്സ് നിങ്ങളൊരു ഹീലറുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും, അല്ലേ? അപ്പൊ ആ ഹീലറിനോട് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പറയുന്ന സമയത്ത് നിങ്ങളെ ശരിക്കും ആ ഹീലർ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങളെ ക്ലെൻസ് ചെയ്ത് മാറ്റും. അത് 100% ഷുവറാണ്. നിങ്ങളുടെ ഓറ ക്ലെൻസ് ആകും, നിങ്ങളുടെ ചക്രാസ് ഓപ്പൺ ആകും, നിങ്ങളുടെ പൂർവ്വജന്മ കർമാസ്, നിങ്ങളുടെ ബാഡ് കർമാസ് ഇതെല്ലാം റിമൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ആ ഹീലർ നിങ്ങളിൽ സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ പുനഃസൃഷ്ടിച്ച ആ എനർജി അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നിങ്ങളും കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതിനെ ആശ്രയിച്ചാണ് ആ ഹീലിങ്ങിൻ്റെ ആ ഒരു 100% സക്സസ് ആണെന്നുള്ള ആ ഒരു രീതിയിലിട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കുക, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് പേഷ്യൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അതോ നിങ്ങൾ മൊത്തം കാര്യങ്ങളും ആ ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണോ പോകുന്നത്? എൻ്റെ ഫുള്ള് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ, ഞാൻ വെറുതെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്. അതുപോലൊക്കെ തന്നെയാണ് ഹീലിംഗും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ എവിടേക്കോ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഒരു ഹീലർ നിങ്ങളിൽ മാജിക്ക് പ്രവർത്തിച്ച് ഫുള്ള് കാര്യങ്ങളെ വലിച്ചെടുത്ത് അങ്ങനെയല്ല കേട്ടോ. നിങ്ങളുടെ ഓറാസും ചക്രാസും ഒക്കെ ക്ലെൻസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കർമാസ് റിമൂവ് ചെയ്ത് എല്ലാം ചെയ്ത് ഓക്കെ ആക്കി നിങ്ങളുടെ കയ്യിൽ തരുന്ന ആ ഒരു ഇതിനെ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പം എന്ത് പ്രശ്നമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, അത് എങ്ങനെയും ആകാം, നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം നിങ്ങളൊരു ഹീലറുടെ അടുത്ത് എത്തുന്നുവെങ്കിൽ അത് വെറുതെ എത്തുന്നതല്ല. ഈ യൂണിവേഴ്സ്, ഈ ജാതകം എഴുതാൻ അറിവും വിവേകവും പകർന്നു കൊടുത്ത ആൾക്ക് ജ്യോതിഷനല്ലേ, ആ ജ്യോതിഷിക്ക് അറിവും വിവേകവും പകർന്നു കൊടുത്ത ആരാണ്? ആ ഗോഡാണ്. ആ ഗോഡ് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് നിങ്ങളെ ഒരു ഹീലറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പേടി വേണ്ട. കാരണം നിങ്ങളുടെ എനർജിയും കൂടെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വളരെ സുന്ദരമായിട്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ സാധിക്കും. മരണഭയവും അല്ലെങ്കിൽ അല്ലാതെ അകാരണമായിട്ടുള്ള ചിന്തകളും ഭയങ്ങളും കൊണ്ടൊന്നും നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ നോർമൽ ലൈഫിൽ സംഭവിക്കേണ്ടതാണ്. ഈ നിമിഷത്തിൽ സന്തോഷമായിട്ട് ജീവിച്ച്, ഈ നിമിഷത്തിൽ സന്തോഷമായിട്ട് ചിന്തിച്ച് അടുത്ത നിമിഷത്തെ നമുക്ക് സന്തോഷമായിട്ട് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മെഡിറ്റേഷൻ ഫോളോ ചെയ്യുക. അപ്പോൾ മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ തീവ്രതയൊക്കെ ഒന്ന് കുറഞ്ഞ്, ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന ചെറിയൊരു കുഞ്ഞൊരു പ്രശ്നമായിട്ട് മാറി തീവ്രതയൊക്കെ കുറഞ്ഞ് നിങ്ങൾ ബാക്ക് ടു ലൈഫിലോട്ട് നോർമലായിട്ട് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമായിട്ട് ജീവിച്ച് തീർക്കാൻ സാധിക്കും. ആർക്കും പേടിയും ആകുലതകളും ഒന്നും വേണ്ട. എല്ലാത്തിനും പ്രശ്നപരിഹാരം നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി തന്നെയാണ്, വേറെ ഒന്നുമല്ല. പുതിയ എനർജീസ് ഒന്നും വന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയെ തന്നെ നിങ്ങൾ തിരിച്ചറിയുക. സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും. അപ്പം ഇത്തരം ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജെൻസ് ഉള്ളി ഫീമെയിൽസ് ഉള്ളി. ശനി ഞായർ നൈറ്റ് 8 to 9 ആണ് ഇതുവരെ അതിനകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഇനിയും ചിലപ്പോൾ ആ സമയത്തിൽ കുറച്ചൊന്ന് ചേഞ്ചസ് വരുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ്. പിന്നെ ഹീലിങ്ങിൻ്റെ ഒരു നമ്പറുണ്ട്, അത് നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹീലിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.